Not all habits are wrong. എല്ലാ ശീലങ്ങളും തെറ്റല്ല. Brushing your teeth ഉദാഹരണത്തിന് every day, this is a habit. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നുണ്ടല്ലോ, You don't feel comfortable. ഇതും ഒരു ശീലം And it should be തന്നെയാണ്. that way. ഒരു ദിവസം പല്ല് തേച്ചില്ല എങ്കില് നമുക്ക് എത്രമാത്രം അസ്വസ്ഥതയാണല്ലേ അനുഭവപ്പെടാറ്. You take shower every day. അതേപോലെ തന്നെയാണ് And if എല്ലാ you don't ദിവസവും take കുളിക്കുന്നത്. shower, you don't feel good. Similarly, എന്നാൽ ഒരു നേരം people having കുളിച്ചില്ലെങ്കിലോ coffee, they don't have coffee, നമുക്ക് they get എന്തോ headache. ഒരു അസ്വസ്ഥത That തോന്നാറില്ലേ? whether coffee is good or not അതുപോലെ is up to an individual. ചിലർക്ക് എല്ലാ ദിവസവും കോഫി കുടിക്കണം. Pain which are not good for you. അവർക്ക് ഒരു നേരം കോഫി കുടിച്ചില്ല എങ്കില് For your spirit, വല്ലാത്തൊരു തലവേദന അനുഭവപ്പെടുന്നു. കോഫി കുടിക്കുന്നത് നല്ലതാണോ മോശമാണോ അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എന്നാൽ ചില ശീലങ്ങള് നമുക്ക് വേദന നൽകുന്നു. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവിന് ഇതിനൊന്നും യാതൊരു ഗുണവും ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് മദ്യത്തിനോടുള്ള ആസക്തിയും പിന്നെ പുകവലിയും. നമുക്ക് എല്ലാവർക്കും അറിയാം പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന്. എങ്കിലും ആ ശീലത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത്തരം ശീലങ്ങൾ നമുക്ക് സന്തോഷം നൽകും എന്നൊരു മിഥ്യാധാരണയിൽ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട്. എന്നാൽ വാസ്തവത്തിൽ ഇത്തരം ശീലങ്ങൾ ഒന്നും തന്നെ നമുക്ക് യാതൊരു സന്തോഷവും നൽകുന്നില്ല. ഇപ്പോൾ നമ്മള് ഒരു പുകവലിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുകവലിക്കുന്നത് കൊണ്ട് സുഖം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവരും പറയും ഇല്ല എന്ന്. എന്നാൽ അവർക്ക് ഈ ഒരു ശീലത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒട്ടും തന്നെ സാധിക്കുന്നില്ല. അഥവാ ശ്രമിച്ചാൽ അത് അവർക്ക് വേദനാജനകമാകുന്നു. അപ്പോൾ എന്താണ് വഴി? ഇത്തരം ശീലത്തിൽ നിന്ന് എങ്ങനെ ഒരാൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ലോകം ഈ ചോദ്യത്തിന്റെ മുമ്പിൽ പെട്ടുപോയിരിക്കുന്നു. ഞാൻ ഇതിന് ഒരു 3 വഴികൾ പറഞ്ഞു തരാം, എങ്ങനെ നമുക്ക് ഇത്തരം ശീലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാമെന്ന്. ആദ്യത്തേത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയോട് നമ്മൾ സത്യം ചെയ്യുന്നു. അത് നിങ്ങളുടെ മകളാകാം, ഭാര്യയാകാം, അമ്മയാകാം, ആരുമായിക്കൊള്ളട്ടെ. ഇനി ഞാൻ ജീവിതത്തിൽ പുകവലിക്കില്ല എന്ന്. നമ്മളിത് ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഒരിക്കലും പുകവലിക്കില്ല. രണ്ടാമത്തത്, ഭയം മൂലവും നമുക്ക് ഇത്തരം ശീലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ വലിച്ചാൽ നിങ്ങളുടെ ലിവർ കയ്യിൽ നിന്ന് പോവും, അതേപോലെ തന്നെ ലങ്സും. ഇങ്ങനെ ഡോക്ടർ പറഞ്ഞാൽ പിന്നെ നമുക്ക് തൊടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഭയം കൊണ്ടും നമുക്ക് ഇത്തരം ശീലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് ഉള്ള വഴി ആർത്തിയാണ്. ഇപ്പൊ ഒരാള് നിങ്ങളോട് പറയണു, നിങ്ങൾ 1 മാസം പുകവലിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 10,00,000 രൂപ സമ്മാനമായിട്ട് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ 30 അല്ല 32 ദിവസവും പുകവലിക്കാതെ ഇരിക്കും. ആർത്തിക്ക് അത്രയ്ക്ക് ശക്തിയുണ്ട്. അപ്പൊ 3 വിധത്തില് നമുക്ക് ഇത്തരം ശീലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാം: ഭയം, സ്നേഹം, ആർത്തി.